ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 39-ാം ദശകമാണ്. വാസുദേവര് ഭഗവാൻ കൃഷ്ണൻ എന്ന കുഞ്ഞിനെ എടുത്ത് കാളിന്തി നദി കടന്ന് അമ്പാടിയിൽ എത്തുകയാണ്, ഗോകുലത്തിൽ എത്തുകയാണ്. ആ കാര്യങ്ങളൊക്കെയാണ് വിശദീകരിച്ച് നമ്മൾ പറയുന്നത്. ഭവന്തമയമുദ്വകൻ യദുകുലോദ്വകോ നിസ്സരൻ ദദർശ ഗഗനോജ്ജലജ്ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ ജലൗഘ ഇവ തർക്ഷണാത് പ്രഭതമേയതാമായയോ. നിന്തിരുവടിയെ വഹിച്ചുകൊണ്ട് ആ യാദവ ശ്രേഷ്ഠനായ വസുദേവർ ഗോകുലത്തിലേക്ക്, അമ്പാടിയിലേക്ക് നടക്കുകയാണ്. നല്ല കുറ്റിരുട്ടാണ്, മഴയാണ്. മഴ കൊള്ളാതിരിക്കാൻ ആദിശേഷൻ കുട പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ശേഷന്റെ തലയിലുള്ള രത്നങ്ങൾ കൊണ്ട് വഴി കാണുന്നുണ്ട്. അങ്ങനെ കാളിന്തി നദിയുടെ തീരത്തെത്തി. കാളിന്തി നദിയുടെ അവസ്ഥ എന്താ? ഘോരഘോരം പെയ്യുന്ന മഴയില് കരകവിഞ്ഞൊഴുകയാണ്. തിരമാലകളൊക്കെ ആകാശം മുട്ടെ മേലോട്ട് പൊന്തുകയാണ്. അപ്രകാരം ക്ഷോഭിച്ചലറി ഒഴുകുന്ന കാളിന്തി നദി വസുദേവൻ അടുത്ത് ചെന്നപ്പോ എന്തുണ്ടായേ? വസുദേവരുടെ കാല് നനയാൻ മാത്രമുള്ള പാകത്തിന് വഴിമാറിക്കൊടുത്തു, ഭഗവാന് വഴിമാറിക്കൊടുത്തു എന്ന് പറയുന്നു. നമുക്കറിയാം, ഭഗവാന്റെ സ്മരണ കൊണ്ട് മാത്രം സംസാരമാകുന്ന സാഗരം കടക്കാൻ കഴിയുമെങ്കിൽ ഭഗവാന് കടക്കാനായിട്ട് കാളിന്തി നദിയല്ല, ഏത് കാര്യവും വളരെ ലഘുവായി തീരുമല്ലോ. ഇതിൽ ആശ്ചര്യപ്പെടാൻ എന്തിരിക്കുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഭവന്തമയമുദ്വകൻ യദുകുലോദ്വകോ നിസ്സരൻ ദദർശ ഗഗനോജ്ജലജ്ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സ പുനരൈന്ദ്ര ജാലോദിതോ ജലൗഘ ഇവ തർക്ഷണാത് പ്രഭതമേയതാമായയോ. അങ്ങനെ കാളിന്തി നദി കടന്ന് വസുദേവൻ അമ്പാടിയിലെത്തിയപ്പോൾ അവിടെയുള്ള അവസ്ഥ എന്താണ് നമുക്ക് നോക്കാം. 39-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകമാണ്. പ്രസുപ്ത പശുപാലികം നിഭൃതമാരുത ബാലികാമപാവൃത കവാടികാം പശുപവാടികാമാഭിജന് ഭവന്തമയമാ അർപ്പയൻ പ്രസവതൽപകേ തത്പദാത് ബഹൻ കപടകന്യകാം സുപുരമാഗതോ വേഗതഃ. അമ്പാടിയില് വസുദേവൻ എത്തിയപ്പോഴേ ഗോപസ്ത്രീകളും അതുപോലെ ഗാഠനിദ്രയിലാണ്. എല്ലാവരും ഉറങ്ങിപ്പോയി. യശോദയുടെ അടുത്ത് കിടന്ന് പതുക്കെ കരയുന്ന ആ പെൺകുട്ടിയെ തുറന്ന കഥകളോട് കൂടിയ നന്ദഗോപന്റെ ഗൃഹത്തിൽ പ്രവേശിച്ച വസുദേവൻ നിന്തിരുവടിയെ ആ പ്രസവ കിടക്കയിൽ കിടത്തി. അവിടെ കിടന്നിരുന്ന മായാരൂപിണിയായ ദേവിയെ എടുത്ത് പെട്ടെന്ന് തന്നെ തൻ്റെ ഗൃഹത്തിൽ മടങ്ങിയെത്തി. മായാകന്യകയെ ദേവകിയുടെ അടുത്ത് കിടത്തിയതോടെ കാരാഗൃഹത്തിൻ്റെ കവാടങ്ങളെല്ലാം തന്നെ പഴയ പോലെ അടഞ്ഞു. അപ്പോൾ രണ്ട് ഭാഗത്തും ഒരേ അവസ്ഥയാണ്. ആരും കാണാതെ, ആരും അറിയാതെ ഈ ഒരു കുട്ടികളുടെ കൈമാറ്റം നടത്തി വസുദേവർ, അല്ലേ? ഇവിടെയും എല്ലാവരും ഉറങ്ങുമായിരുന്നു. മാത്രമല്ല കാരാഗ്രഹത്തിലെ വാതിലുകളെല്ലാം ഭദ്രമായി അടച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തുറന്ന്
അമ്പാടിയിലെത്തി. അവിടെയും സൂതികാഗൃഹത്തിൽ എല്ലാ സ്ത്രീകളും ഒക്കെ ഉറക്കമായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് ഞാനിതാ ഇവിടെ ഉണ്ടേ എന്ന് അറിയിച്ചുകൊണ്ട് മായാദേവി അവിടെ യശോദ പ്രസവിച്ച് മായാദേവി കരയുന്നുണ്ടായിരുന്നു. അത് കേട്ട് ഭഗവാനെ ആ സ്ഥാനത്ത് കിടത്തി ആ പെൺകുഞ്ഞിനെ എടുത്ത് വസുദേവൻ തിരിച്ച് വീട്ടിലെത്തി. എല്ലാം തന്നെ പഴയ പോലെയായി. പ്രസുപ്ത പശുപാലികം നിഭൃതമാരുത ബാലികാമപാവൃത കവാടികം പശുപവാടികാമാഭിജന് ഭവന്തമയമാ അർപ്പയൻ പ്രസവതൽപകേ തത്പദാത് ബഹൻ കപടകന്യകം സുപുരമാഗതോ വേഗതഃ. പിന്നീട് കാരാഗൃഹത്തിൽ എന്ത് സംഭവിച്ചു നമ്മളിനി അതാണ് അറിയാൻ പോകുന്നത്. 39-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം. തതസ്ത്വദനുജാരവക്ഷപിത നിദ്രവേഗദ്രവാത് ദ്രവത് പടോത്കര നിവേദിത പ്രസവ വാർത്തയൈവാർത്തിമാൻ വിമുക്ത ചിഗുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാടദുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകം. അല്ലേ, ദേവകിയുടെ 8ാമത്തെ പ്രസവമാണ്. എല്ലാവരും ഉറ്റു നോക്കിയിരിക്കുകയാണ്. കംസൻ ഭൃത്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, കുട്ടി ജനിച്ച ഉടനെ തന്നെ എന്നെ വന്നറിയിക്കണം. അങ്ങനെ കംസൻ്റെ രാജധാനിയിൽ ഒരു മയക്കത്തിലാണ്, ഉറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വസുദേവർ കപട കന്യയായിട്ടുള്ള മായാദേവിയെ ദേവകിയുടെ പ്രസവക്കിടക്കയിൽ കൊണ്ട് കിടത്തിയപ്പോൾ ചെറുതായിട്ട് കരഞ്ഞിരുന്ന ദേവി അല്ലെങ്കിൽ ആ കുഞ്ഞ് വളരെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഞാനിതാ ഇവിടെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ദേവകി ഇതാ 8ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു എന്ന് ലോകത്തെ അറിയിക്കുന്നത് പോലെ കുട്ടി കരയാൻ തുടങ്ങി. അപ്പോഴേക്കും ഈ ഉറങ്ങിയ കാരാഗൃഹത്തിൻ്റെ കാവൽക്കാരെല്ലാവരും തന്നെ പുരവാസികളും എല്ലാം പെട്ടെന്ന് ഉണർന്നു. ശിശുവിൻ്റെ കരച്ചിൽ കേട്ട് ദേവകി പ്രസവിച്ചു എന്ന് മനസ്സിലാക്കിയ അവർ അതിവേഗം കംസൻ്റെ അടുത്ത് ഓടിച്ചെന്നു വിവരം കംസനെ ധരിപ്പിച്ചു. താൻ ഭയത്തോടെ പ്രതീക്ഷിച്ചിരുന്ന പ്രസവമാണിത്, അല്ലേ? കേട്ടത് പാതി കേൾക്കാത്തത് പാതി എന്ന് നമ്മൾ പറയില്ലേ. ചാടിപ്പിടിഞ്ഞെഴുന്നേറ്റ കംസൻ ഉറക്കത്തിൽ അഴിഞ്ഞ തലമുടി പോലും കെട്ടിവെക്കാതെ അതേപടി കാരാഗൃഹത്തിലേക്ക് ഓടിച്ചെന്നു. പക്ഷെ അവിടെ കണ്ട കാഴ്ച കംസൻ അത്ര തൃപ്തിയായില്ല. എന്താ, 8ാമത്തെ പ്രസവത്തിൽ ആൺകുഞ്ഞ് ജനിക്കും, അവനാണ് നിന്നെ കൊല്ലുക എന്നാണ് ആ ശരീരി, അല്ലേ? പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ദേവകിയെ അള്ളി പിടിച്ചുകൊണ്ട് ഒരു പെൺകുഞ്ഞാണ് ഇരിക്കുന്നത്. ശരാ, അപ്പം എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഇനിയിപ്പോൾ ഈ പെൺകുഞ്ഞിനെ വധിക്കണ്ടയോ എന്നൊക്കെ കംസനാകെ ഒരു വിഭ്രമമായി. ആൺകുഞ്ഞായിരുന്നുവെങ്കിൽ അവനെ കൊല്ലുന്നതോടുകൂടി തൻ്റെ മരണഭയം മാറുമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഒരു പുത്രിയാണ്, ഒരു പെൺകുഞ്ഞാണ്. ഇനി അതിനി എന്താണ് അങ്ങനെ എന്നൊക്കെ ആലോചിച്ച് കംസന് വളരെയധികം സന്തോഷമില്ലായ്മയുണ്ടായി, വിഷമവും ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തതസ്ത്വദനുജാരവക്ഷപിത നിദ്ര വേഗദ്രവത് ഭടോത്കര നിവേദിത പ്രസവ വാർത്തയൈവാർത്തിമാൻ വിമുക്ത ചിഗിരോത്കരസ്ത്വരിത ആപതൻ ഭോജരാടദുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകം. 39-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത് വായിക്കാം. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേത് അസാവിധി കിശോരികം ഭഗിനിക കരാലിംഗിതം
ദിവോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപന്നയം ത്വദനുജാമജാമുപല പട്ടകേ പിഷ്ടവാൻ. കംസന് അതൊരു പെൺകുഞ്ഞാണ് എന്നുള്ളതിൽ ആദ്യം ഒരു സന്തോഷക്കുറവുണ്ടായി. എങ്കിലും കംസൻ വിചാരിച്ചു, ഈ മായാവിയായ കൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ ഇതൊരു കുരുട്ടുബുദ്ധി ഉപയോഗിച്ചാണോ? കാരണം തന്നെ തോൽപ്പിക്കാൻ വേണ്ടി ആൺകുഞ്ഞാണ് എങ്കിലല്ലേ അതിനൊരു പ്രസക്തിയുള്ളൂ. അപ്പോൾ പെൺകുഞ്ഞാണെങ്കിൽ എന്തു ചെയ്യും എന്നൊക്കെ ഒരു മായാവിയായ വിഷ്ണു വിചാരിച്ചിരിക്കാം എന്ന്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു കപട നാടകമായിരിക്കാം ഇതെന്ന് കംസൻ വിചാരിച്ചു, അല്ലേ? ഭഗവാൻ മത്സ്യം, കൂർമ്മം തുടങ്ങി പല വേഷങ്ങളിൽ അസുരന്മാരെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടിയായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് കംസന് തോന്നിക്കാണും. ഈ ഒരു കുഞ്ഞിനെയെങ്കിലും എനിക്ക് തരണേ എന്ന് യാചിച്ചുകൊണ്ട് കുട്ടിയെ ആലിംഗനം ചെയ്യുന്ന ദേവകിയിൽ നിന്ന് കംസൻ കുട്ടിയെ ബലാത്കാരമായി പിടിച്ചു പറിച്ചു. കവി അത് ആലങ്കാരികമായി പറയുകയാണ്. ആന താമരപ്പൊയ്കയിൽ നിന്ന് താമരവളയത്തെ പൊട്ടിച്ചെടുക്കുന്നത് പോലെ ദേവകിയുടെ കരവലയത്തിൽ നിന്ന് കുട്ടിയെ കംസൻ പറിച്ചെടുത്തു. പിന്നീട് ഒരു കരുണയും കൂടാതെ പാറപ്പുറത്ത് ആഞ്ഞടിച്ചു. അങ്ങനെ കംസൻ ദേവകിയുടെ 8ാമത്തെ കുഞ്ഞിനെയും കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാഭവേദസാവിധി കിശോരികം ഭഗിനികാകരാലിംഗിതം ദിവോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപന്നയം ത്വദനുജാമജാമുപല പട്ടകേ പിഷ്ടവാൻ. അങ്ങനെ ദേവകിയുടെ 8ാമത്തെ കുഞ്ഞു പെണ്ണായിട്ടും അത് വിഷ്ണു മായയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ധരിച്ചുകൊണ്ട് കംസൻ ദേവകിയുടെ കയ്യിൽ നിന്നും ആ പെൺകുഞ്ഞിനെ ബലാത്കാരമായി പിടിച്ചു വാങ്ങി പുറത്ത് അടിക്കാൻ ശ്രമിക്കുകയാണ്, കൊല്ലാനായിട്ട്. അപ്പോഴെന്താണ് സംഭവിച്ചത്? 39ാം ദശകത്തിലെ 5ാമത്തെ ശ്ലോകം അതാണ് പറയുന്നത്. തതോ ഭവതുപാസകോ ചെടിതി മൃത്യുപാശാദിവ പ്രമുച്യതരസൈവ സമധിരൂഢരൂപാന്തര അധസ്ഥലമജ അജദ്മുഷി വികസദാഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹോ ഗദാകില വിഹായ സാദിത്യുദേ. ആ പെൺകുഞ്ഞ് മായാവി തന്നെയാണ്, മായാദേവിയാണ്, വിഷ്ണുമായയാണ്. പാറപ്പുറത്ത് അടിച്ചു കൊല്ലാൻ നോക്കിയ മഹാമായ എന്തുണ്ടായത്? പാറപ്പുറം എത്താതെ തന്നെ ആ പാറയിൽ സ്പർശിക്കാതെ മേലോട്ട് ഉയർന്നു, ആകാശത്തേക്കേ ഉയർന്നു. എന്നിട്ടോ അവിടെ ഈ കുഞ്ഞ് രൂപം മാറി 8 കൈകളുള്ള മായാദേവിയായിട്ട് ആകാശത്ത് ഉയർന്നു നിൽക്കുകയാണ്. ആ 8 കൈകളിലും ആയുധങ്ങൾ ധരിച്ച് അങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നു മായാദേവി, അല്ലേ? തീർച്ചയായിട്ടും ഭഗവാനെ ഉപാസിക്കുന്നവർ മൃത്യുവിൽ നിന്ന് മോചിതരാവുന്നത് പോലെ മഹാമായ കംസന്റെ കരത്തിൽ നിന്നും വഴുതി ആകാശത്തേക്ക് ഉയർന്നു തൻ്റെ ശരിയായിട്ടുള്ള രൂപം കാണിച്ചു കൊടുത്തു. തതോ ഭവതുപാസകോ ചെടിതി മൃത്യുപാശാദിവ പ്രമുച്യ തരസൈവ സമധിരൂഢരൂപാന്തര അധസ്ഥലമജഗ്മുഷി വികസദഷ്ട
ബാഹുസ്ഫുരൻ മഹായുധമഹോ ഗതാകില വിഹായ സാദിത്യുദേ. യോഗമായാദേവി കംസന്റെ കയ്യിൽ നിന്നും മേൽപോട്ടുയർന്ന് അഷ്ടബാഹുക്കളോടുകൂടി വിരാജിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് കംസനോട് പറഞ്ഞു ഇങ്ങനെ: നൃശംസതര കംസ തേ കിമോ മയാ വിനിഷ്പിഷ്ടയ ബഭൂവ ഭവദന്തക ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വദനുജാ വിഭോ ഖലമുദീര്യതം ജഗ്മുഷി മരുദ്ഗണ പണായിത ഭുവിജ മന്ദിരാണേയുഷി. കംസനോട് മായാദേവി പറയാണ്: അരേ ദുരാചാര, മഹാദുഷ്ടനായ കംസ, എന്നെ കൊന്നതുകൊണ്ട് എന്ത് പ്രയോജനം? നിന്റെ അന്തകൻ അല്ലെ, തവാന്തകൻ ഭൂമിതലേ ജനിച്ചിട്ടുണ്ട്. നിനക്ക് ഹിതമായത് നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ, നിന്റെ സൗകര്യത്തിന് അല്ലേ, നിന്റെ നന്മയ്ക്ക്, അല്ലെങ്കിൽ നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നിനക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. തവ അന്തകൻ, നിന്നെ കൊല്ലാനിരിക്കുന്ന ആള് എവിടെയോ ജനിച്ചിട്ടുണ്ട് ഭൂമിയിൽ. നീ വേണ്ടത് ചെയ്തു കൊള്ളുക. ഇപ്രകാരം വിഷ്ണുവായ കംസനോട് പറഞ്ഞുകൊണ്ട് മായാഭഗവതി ഭഗവാന് ശേഷം ജനിച്ചതുകൊണ്ട് തൻ്റെ അനുജത്തി എന്നാണ്, ഭഗവാന്റെ അനുജത്തി എന്നാണ് അവിടെ പറയുന്നത്. എന്നിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ മരുദ്ഗണങ്ങളെല്ലാം ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. അതിനുശേഷം ഭൂമിയിലെ പല ക്ഷേത്രങ്ങളിലും ഭഗവതി പല പേരുകളിൽ കുടികൊണ്ടു എന്നാണ് പറയപ്പെടുന്നത്. ഭഗവതി ക്ഷേത്രങ്ങളിൽ പല രീതിയിൽ അല്ലേ, കാളി എന്നും സരസ്വതി എന്നും പാർവതി എന്നും ഒക്കെയുള്ള പേരുകളിൽ ഭഗവതി ഓരോ ഭൂമിയിലെ പല ക്ഷേത്രങ്ങളിലും കുടികൊള്ളുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നൃശംസതര കംസ തേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവത ഭവദന്തക ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വദനുജാ വിഭോ ഖലമുദീര്യതം ജഗ്മുഷി മരുദ്ഗണ പണായിതാ ഭുവി ച മന്ദിരാണ്യേയുഷി. ദേവി പറഞ്ഞ കാര്യങ്ങൾ കംസന് കൊണ്ടു അല്ലേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? തന്നെ വധിക്കാനുള്ള ആളെവിടെയോ ഉണ്ട്. ഇനി ആ ആളെ എങ്ങനെ കണ്ടുപിടിച്ച് വധിക്കുന്നുള്ളതാണ് കംസന് മുൻപിലുള്ളത്. അപ്പം അതിനെന്താണ് ചെയ്തത് എന്നാണ് ഇനി നാം പറയാൻ പോകുന്നത്. 39-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകമാണ്. പ്രഗേ പുനരഗാത്മജാ വചനമീരിത ഭൂഭുജ പ്രലംബ ഭഗപൂതന പ്രമുഖ ദാനവാമാനിന ഭവന്നിധന കാമ്യയാ ജഗതി ബഭ്രമുർനിർഭയാ കുമാരക വിമാരക കിമിവ ദുഷ്കരം നിഷ്കൃപൈഹി. ദേവി പറഞ്ഞ കാര്യങ്ങൾ കംസൻ അടുത്ത പ്രഭാതത്തിൽ തന്നെ തൻ്റെ അനുയായികളെ വിളിച്ചുകൂട്ടി പറഞ്ഞു. തൻ്റെ അന്തകൻ എവിടെയോ ജനിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് എവിടെയാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് അക്കാലത്ത് ആ സമയത്ത് ജനിച്ച എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വധിക്കാൻ തീരുമാനിച്ചവർ. അക്കൂട്ടത്തിൽ കംസനെ കൊല്ലാനുള്ള ആളും ആ കുട്ടിയും നശിച്ചു പോകും എന്നാണ് അവർ കരുതുന്നത്. അങ്ങനെ അതിനായിട്ട് പ്രലംബൻ, ഭഗൻ, പൂതന തുടങ്ങിയ രാക്ഷസന്മാരെയും രാക്ഷസിമാരെയും തൻ്റെ അനുയായികളെ
ഒക്കെ വിളിച്ച് ആൺകുട്ടികളെ വധിക്കാനായിട്ട് അപ്പോൾ ജനിച്ച ആൺകുട്ടികളെ വധിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു. അവർ നിർഭയരായിട്ട് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. അല്ലേ, അവർക്കിപ്പോൾ എന്ത് വേണം? രാജാവ് പറഞ്ഞു, അവരനുസരിക്കുന്നു. അല്ലാതെ അവർക്കിതിൽ കരുണയും ഇല്ല. അയ്യോ, ഞാൻ ചെറിയ കുട്ടികളെയാണ് കൊല്ലാൻ പോകുന്നതെന്നും ഈ രാക്ഷസന്മാർക്ക് ഇല്ല. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഭഗവാനെ തെരഞ്ഞു പിടിച്ച് കൊല്ലുവാനായിട്ട് കുറേ അനുയായികളെ കംസൻ നിയോഗിച്ചു. അവർ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് ആ സമയത്തുണ്ടായ കുട്ടികളെ കൊല്ലാനും ആരംഭിച്ചു. പ്രഗേ പുനരഗാത്മജാവചന മീരിതാ ഭൂഭുജ പ്രലംബഭഗപൂതന പ്രമുഖദാനവ മാനിന ഭവന്നിധന കാമ്യയാ ജഗതി ബഭ്രമുർനിർഭയാഃ കുമാരക വിമാരക കിമിവ ദുഷ്കരം നിഷ്കൃപൈഃ. ഇനി ഭഗവാൻ ഇപ്പോൾ എവിടെയാണ്? അമ്പാടിയിലാണ്. അവിടുത്തെ കാര്യമല്ലേ നമുക്കറിയേണ്ടത്. കംസൻ ഇങ്ങനെ കുട്ടികളെ തെരഞ്ഞു പിടിച്ച് കൊല്ലാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തെങ്കിലും അമ്പാടിയിൽ എന്ത് സംഭവിക്കുകയാണ് എന്നാണ് നമുക്കിനി അറിയേണ്ടത്. നോക്കാം. 39-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകമാണിനി. തദ പശുപമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയാ പ്രസൂതി ശയനേ ശയേരുവതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാജനൈസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. നന്ദഗോപര് അവിടുത്തെ ഗോകുലത്തിൻ്റെ അധിപനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്ത് നടന്നാലും അവിടെയുള്ള എല്ലാവർക്കും വളരെ സന്തോഷമാണ്. സങ്കടം നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും സങ്കടമാണ്. അപ്പോൾ ഇവിടെ നന്ദഗോപൻ്റെ ഭാര്യയായ യശോദ പ്രസവിക്കാൻ ഉള്ള സമയമാണ്. അന്നേരം സംഭവിച്ച കാര്യങ്ങളൊന്നും അവരറിഞ്ഞിട്ടില്ല. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ വേണമെങ്കിൽ ഈ യശോദ പ്രസവിച്ചു എന്ന് കരുതപ്പെടുന്ന, അല്ലെങ്കിൽ യശോദ പ്രസവിച്ചു, കുട്ടി ഇതല്ലാതെ മാത്രമല്ലേ ഉള്ളൂ. ആ കുഞ്ഞ് യശോദയുടെ അടുത്ത് കിടന്ന് ആ കുഞ്ഞിക്കാലുകൾ ഇളക്കി പതുക്കെ കരയാണ്. ആ കരച്ചിൽ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഗോപസ്ത്രീകളുമൊക്കെ അല്ലേ, അവർ മോഹത്സ്യപ്പെട്ടതുപോലെ കിടക്കുകയായിരുന്നു. ഒരു മായാ ലോകത്ത് പോലെ ഉറങ്ങായിരുന്നു. പെട്ടെന്ന് അവരെല്ലാം ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ യശോദയുടെ അടുത്ത് പൊന്നുപോലത്തെ ഒരു കുഞ്ഞ് കിടക്കുന്നു. അവൻ കാലിട്ടടിച്ച് പതുക്കെ കരയുന്നുണ്ട്. അപ്പോൾ ഈ വിവരം അവരെല്ലാവരെയും, ഗോകുലത്തിന് മുഴുവനെയും ആൾക്കാരെ അറിയിച്ചു. അമ്പാടിയിലുള്ള എല്ലാവരും സന്തോഷം കൊണ്ട് പരവശരായി തീർന്നു. കുഞ്ഞ് ജനിച്ചതിലുള്ള ആഹ്ലാദം എല്ലാ ആളുകളും പങ്കുവയ്ക്കുകയാണ് ഇവിടെ. തദ പശുപമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയ പ്രസൂതി ശയനേ ശയേ രുവതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാജനൈസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്കെല്ലാം സന്തോഷവും രോമാഞ്ചവും നിറഞ്ഞ ഒരു കാര്യങ്ങളായിട്ടാണ് കേൾക്കാനും അത് വായിക്കാനും ഒക്കെ നമുക്ക് തോന്നുക. ജനിച്ച ഉടനെയുള്ള ഭഗവാന്റെയും യശോദയുടെയും ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ, അല്ലേ? നോക്കൂ, 39-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകമാണ് നാം ഈ വായിക്കാൻ പോകുന്നത്.
അഹോ ഖലു യശോദയാ നവകലായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാഭിവന്ദ്യ ദൃശ പുനസ്തനഭരം നിജം സപദി പായയന്ത്യാമുദാ മനോഹരതനുസ്പൃശ ജഗതി പുണ്യബന്ധോ ജിതാഹ. പുതുതായി വിടർന്ന കായാമ്പൂ പോലെ ചേതോഹരനായ നിന്തിരുവടിയെ അമ്മ കണ്ണുകൊണ്ട് മതിവരുവോളം നുകർന്നു. അല്ലേ, താൻ പ്രസവിച്ച കുഞ്ഞ് അല്ലേ ആദ്യമായിട്ട് തന്നെ കാണുമ്പോൾ എന്തായിരിക്കും ഒരു അമ്മയുടെ അവസ്ഥ? ഇവിടെയാണെങ്കിൽ സാക്ഷാൽ ഭഗവാനാണ് തൻ്റെ അടുത്ത് മകനായി കിടക്കുന്നത്. അങ്ങനെ ആ മകനെ ആദ്യം തന്നെ തൻ്റെ കണ്ണുകൾ കൊണ്ട് നുകർന്നു, മതിവരുവോളം ആസ്വദിച്ചു. അതിനുശേഷം ഭഗവാനെ കുഞ്ഞിനെ എടുത്ത് മാറോടണച്ച് തൻ്റെ മുലപ്പാൽ കുടിപ്പിച്ചും അതിമനോജ്ഞമായ തിരുവുടൽ സസ്നേഹം തുടരെ തലോടിയും യശോദ ലോകത്തുള്ള എല്ലാ പുണ്യവാന്മാരെയും ജയിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാനെ ഒരു നോക്ക് മനസ്സിൽ തന്നെ കാണാൻ എത്രയോ തപസ് ചെയ്ത്, എത്രയോ കാലം, ഒരു ജന്മമല്ല കുറേ ജന്മങ്ങൾ തപസ് ചെയ്ത് സാക്ഷാത്കരിക്കുന്ന മഹർഷിമാരും ഭക്തന്മാരും അവർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് യശോദയ്ക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അല്ലേ, തൻ്റെ മടിയിൽ കിടത്തി മുലപ്പാൽ കൊടുക്കാൻ സാധിക്കുക ഭഗവാനാണെന്ന് യശോദ അറിയുന്നില്ല എങ്കിലും ആ ഒരു ഭാഗ്യം സിദ്ധിച്ചത് യശോദയ്ക്കാണ്. അപ്പോൾ മറ്റ് എല്ലാ പുണ്യവാന്മാരെയും പുണ്യവതികളെയും ജയിച്ച ഒരു രീതി, അതായത് അവരെക്കാളൊക്കെയും മഹത്തരമായിട്ടുള്ള ഒരു ജീവിതമാണ് യശോദയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലേ, ആശ്ചര്യം തന്നെ. ഭഗവത് ദർശനം വലിയ വലിയ തപസ്സുകൾക്ക് മാത്രം വിധിച്ചിട്ടുള്ളതാണെങ്കിൽ സാധാരണയായിട്ടുള്ള ഒരു വീട്ടമ്മ, ഒരു സ്ത്രീ തൻ്റെ മടിയിൽ കിടത്തി തൻ്റെ മുലപ്പാൽ ഊട്ടുക, സന്തോഷത്തോടെ ആ തിരുമേനി തലോടുക, കണ്ണിറയെ ഭഗവാനെ കാണുക, ഇതൊക്കെ യശോദയ്ക്ക് സാധിച്ചത് ഏതോ പുണ്യം കൊണ്ടാണ്. ലോകത്തുള്ള എല്ലാവരേക്കാളും പുണ്യവതിയാണ് യശോദ എന്നാണ് കവി പറയുന്നത്. അല്ലേ, ഒരു പഴയ ഒരു തമിഴ് പാട്ടില്ലേ, എന്ന തപം ചെയ്തനേ യശോദ എന്ന തപം ചെയ്തനേ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അതങ്ങനെ തോന്നിപ്പോവും. ഭഗവാനെ അഹോ ഖലു യശോദയാ നവകലായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാഭിവന്ദ്യാദൃശ പുനസ്തനഭരം നിജം സപദി പായയന്തി മുദാ മനോഹരതനുസ്പൃശ ജഗതി പുണ്യവന്തോ ജിതാ. 39-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകം. ഭവത്കുശലകാമ്യയാ സഖലു നന്ദഗോപസ്തദാ പ്രമോദപര സങ്കുലോ നിജ കുലായ കിം നാദദാത് തഥൈവ പശുപാലകാ കിമുന മംഗളം തേനിരേ ജഗത്രിദയമംഗള ത്വമിഹ പാഹിമം ആമയാത്. ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി നമ്മൾ എന്തെല്ലാമോ ചെയ്യും.
ഇവിടെ നന്ദഗോപരും ഒട്ടും മോശമല്ല. മകൻ്റെ നല്ലതിന് വേണ്ടി മംഗളത്തിനായിട്ട് ബ്രാഹ്മണർക്കായി എന്തു തന്നെ ദാനം ചെയ്തില്ല, കണ്ടതൊക്കെ ദാനം ചെയ്തു. ബ്രാഹ്മണർക്ക് അവരെ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവും എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദഗോപര് ബ്രാഹ്മണർക്ക് ഒരുപാട് ദാനങ്ങൾ ചെയ്തു. മാത്രമല്ല, നന്ദഗോപര് മാത്രമല്ല, അവരുടെ ഗോകുലത്തിലുള്ള സകല ആളുകളും കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടി മംഗളകരമായിട്ടുള്ള എന്തെല്ലാമോ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ അവരും ചെയ്തു. അങ്ങനെ ഭഗവാനാണെങ്കിലോ 3 ലോകത്തിനും മംഗളം വരുത്താനുള്ള ആളാണ്. ആ ഭഗവാന് വേണ്ടിയിട്ടാണ് ഗോകുലത്തിൽ നന്ദഗോപനും മറ്റു ഗോപന്മാരും ഒക്കെ തന്നെ ഇതുപോലെയുള്ള ദാനങ്ങളും മറ്റു മംഗളകാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെയെല്ലാം നശിപ്പിക്കണേ. നമ്മുടെ കവി എല്ലാ ദശകങ്ങളുടെയും അവസാനം പറയുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, ആ ഭഗവാൻ നമുക്കും എല്ലാ സന്തോഷവും തരണേ. തങ്ങളുടെ മാനസികവും ശാരീരികവുമായ എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഭവത് കുശലകാമ്യയാ സകലു നന്ദഗോപസ്തദാ പ്രമോദഭര സങ്കുലോ നിജ കുലായ കിം ന ദദാത് തഥൈവ പശുപാലക കിമൂന മംഗളം തേനിരേ ജഗത്ഹൃദയമംഗള ത്വമിഹ പാഹി മാം ആമയാ.